ഹലോ മക്കളെ, ഇന്ന് നമ്മൾ സ്റ്റഡി ടൈമിൽ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതത്തിൽ വാർഷിക പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങളും ഞാനിവിടെ തരുന്നുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? 1 സെൻറ്റിമീറ്റർ വശമുള്ള ഏതാനും സമചതുരങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു ചതുരമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കണ്ടോ മക്കളെ, 1 സെൻറ്റിമീറ്റർ ആണ് വശം, 4 വശവും 1 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ അളവും എന്താണ്, നീളവും വീതിയും ഒക്കെ എല്ലാ ഭാഗവും സെയിം ആയിരിക്കും അല്ലേ. അങ്ങനത്തെ സമചതുരങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു ചതുരമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നിരത്താം. ഇവിടെ ഈ ഒരു ചതുരത്തിൽ, ഈ വലിയൊരു ചതുരത്തിൽ ഈ 1 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ നിരത്താം? അതിന് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടി നമുക്ക് ഓരോ ലൈനും നീട്ടി വരയ്ക്കാം. നീട്ടി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര ചതുരങ്ങൾ കിട്ടും? മക്കൾ നോക്കിക്കേ, ഒരു വരിയിൽ താഴോട്ട് നിങ്ങൾ നോക്കിക്കേ, എത്ര സമചതുരങ്ങളാണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്? 4 എണ്ണം അല്ലേ? അത് നേരെ താഴോട്ട് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ അല്ലേ. അത്രയും തന്നെയല്ലേ താഴോട്ട് കൊള്ളുള്ളൂ. അപ്പം ഒരു വരിയിൽ 4 സമചതുരങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഇങ്ങോട്ട് നേരെയോ എത്രയാ? നേരെ ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. ഒരു ചതുരത്തിനുള്ള സ്ഥലം ഒഴിവുണ്ട് അല്ലേ. അപ്പോൾ 5 എണ്ണം നിരയിലും ഉണ്ടാവും, ഒരു വരിയിൽ 4 സമചതുരങ്ങളും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇതാ ഈ ഒരു ചിത്രത്തിൽ തന്ന പോലെ നീട്ടി വരച്ചാൽ മതി. അപ്പം നമുക്ക് എന്താണ്, 4 എണ്ണം താഴോട്ട് വരിയിൽ അല്ലേ, പിന്നെ അതുപോലെ 5 എണ്ണം നിരയിലും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒരു വരിയിൽ 4 സമചതുരങ്ങൾ, ഒരു നിരയിൽ 5 സമചതുരങ്ങൾ. അപ്പോൾ ആകെ സമചതുരങ്ങൾ എത്രയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4 ഗുണിക്കണം 5 അല്ലേ. 4 ഗുണിക്കണം 5 എത്രയാ? 20. അല്ലെങ്കിൽ മക്കൾ ഓരോ ചതുരങ്ങളും നീട്ടി വരച്ചിട്ട് ഫുള്ള് നേരെയും ക്രോസായിട്ടും താഴോട്ടും മേലോട്ടും നേരെ നീട്ടി വരച്ചിട്ട് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കേണ്ടി വരും. അപ്പോൾ സിമ്പിളായിട്ട് 4 ഗുണിക്കണം 5 എത്രയാ? 20 സമചതുരങ്ങൾ ഉണ്ടാവൂലേ. അതിൽ തന്നെ അടുത്തൊരു ചോദ്യമാണ് എന്ത്? ചതുരത്തിൻ്റെ പരപ്പളവ് എന്ത് എന്ന്. പരപ്പളവ് എത്രയാ? പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നീളം ഗുണിക്കണം വീതി. അപ്പം നീളം ഇവിടെ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണല്ലേ. ഓരോ സെൻറ്റിമീറ്ററിൻ്റെ 5 ചതുരങ്ങളാണുള്ളത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ ആണ് വീതി അല്ലേ. 1 സെൻറ്റിമീറ്റർ ചതുരം എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്റർ. അപ്പം 4 ഗുണിക്കണം 5 എത്രയാ? പരപ്പളവ് 20 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ സി എന്താണ്? ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര? അപ്പം നമുക്കറിയാം ഓരോ സെൻറ്റിമീറ്ററിൻ്റെ എന്താണ്, ഓരോ ചതുരങ്ങളാണല്ലേ. അപ്പോൾ താഴെ നീളം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ മുകളിലേക്കുള്ളത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൽ അവസാനത്തെ ചോദ്യം എന്താണ്? ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ത്? ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4 ഭാഗവും തമ്മിലുള്ള നീളം ഒന്നെങ്കിൽ കൂട്ടുക, അല്ലെങ്കിലോ നീളം ഒരേ സെയിം ആയിരിക്കും, അതുപോലെ വീതി സെയിം ആയിരിക്കും അല്ലേ. നീളത്തിനെ 2 കൊണ്ടും വീതിയെ 2 കൊണ്ടും ഗുണിച്ചാലും മതി. അപ്പോൾ നീളം എത്രയാണ്? 5 ആണ് ഒരു ഭാഗത്ത്. അപ്പോൾ 5 ഗുണിക്കണം 2 അല്ലേ. മുകളിലും താഴെയും 5 ആണ്. പിന്നെ സൈഡ് ഭാഗത്ത് കുത്തനെയുള്ള നീളം എത്രയാ? 4 ആണ്. അപ്പം 4 ഗുണിക്കണം 2, 5 ഗുണിക്കണം 2 പ്ലസ് 4 ഗുണിക്കണം 2 സമം എത്രയാ? 18 സെൻറ്റിമീറ്റർ ആണല്ലേ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, 3624 എന്ന സംഖ്യയെ ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം കണ്ടുപിടിക്കുക, ബാലൻസ് കണ്ടുപിടിക്കുക. അപ്പം 3624നെ 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ്? 4 ആണ് കേട്ടോ. അതായത് 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയായിരിക്കും മിച്ചമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ്? അപ്പോൾ 3624 1ൻ്റെ അക്ക ഏതാണ്? 4 ആണല്ലേ. അത് 5നേക്കാൾ കുറവായതുകൊണ്ട് എന്താണ്? 4 തന്നെയാണ് മിച്ചം വരിക. ഇനി 2 കൊണ്ട് ഹരിച്ചാലോ മിച്ചം എത്രയാണ്?
പൂജ്യമായിരിക്കും കേട്ടോ. അതായത് അവസാനത്തെ അക്കമായ 4നെ 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമല്ലോ. 2 2 4. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ പൂജ്യമായിരിക്കും അത് വരിക. പിന്നെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാ? അപ്പോഴും നമുക്ക് എന്താണ് അവസാനത്തെ 2 അക്കങ്ങളായ 24നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റൂലേ. 6 4 24 അപ്പോൾ അവിടെയും മിച്ചം പൂജ്യമായിരിക്കും. ഇനി 100 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയായിരിക്കും? 24. അതായത് അവസാനത്തെ 2 അക്കങ്ങളാണ് 24. അപ്പോൾ അതായിരിക്കും മിച്ചമായിട്ട് വരിക. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, 10 കൊണ്ട് ഹരിക്കുമ്പം അവസാനത്തെ ഒരക്കമായിരിക്കും മിച്ചം വരുന്നത്. 100 കൊണ്ട് ഹരിക്കുമ്പം അവസാനത്തെ 2 അക്കം മിച്ചം വരുന്നു. പിന്നെയോ 5 കൊണ്ട് ഹരിച്ചാൽ അവസാനത്തെ അക്കം 5ൽ താഴെയാണെങ്കിൽ അത് തന്നെയാണ് മിച്ചമായിട്ട് വരുന്നത് അല്ലേ. പിന്നെ 2 കൊണ്ടും 4 കൊണ്ടും ഒക്കെ ഹരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പർ തുഞ്ചത്തുള്ള നമ്പർ അതിനെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. ഹരിക്കാൻ പറ്റുമെങ്കിൽ 0 ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെയാണ് ശിഷ്ടമായിട്ട് വരിക കേട്ടോ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ ചെയ്ത് നോക്കണേ. അപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി ലാസ്റ്റ് ഇട്ട വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി പ്രവർത്തനം 3, പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 14 സെൻറ്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക. അങ്ങനെ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചതുരത്തിൻ്റെ 4 ഭാഗത്തെ അളവുകൾ കിട്ടണമല്ലോ അല്ലേ. പരപ്പളവ് 12ഉം ചുറ്റളവ് 14 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അളവുകൾ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കണ്ടേ. അതിന് നമ്മൾ എന്ത് ചെയ്യും? പരപ്പളവിൻ്റെ ഇക്വേഷൻ നോക്കുക, അതുപോലെ ചുറ്റളവിൻ്റെ ഇക്വേഷനും നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അളവുകളൊക്കെ കണ്ടുപിടിക്കാൻ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ചുറ്റളവ് 14 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവിൻ്റെ പകുതിയാണ് എന്ത്? 2 നീളവും ഉയരവും തമ്മിലല്ലേ, നീളവും വീതിയും തമ്മിൽ കൂട്ടിയാ കിട്ടുന്നത്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഒരു ചതുരത്തിൻ്റെ 4 ഭാഗവും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ 2 ഭാഗം കൂട്ടുമ്പോൾ ഉള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലേ. 2 വശങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 14ൻ്റെ പകുതി കാണാൻ 14നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 14ൻ്റെ പകുതി 2 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ പകുതി എന്നാണ് അർത്ഥം. അപ്പോൾ പകുതി ആകുമ്പോൾ എത്രയാ? 14ൻ്റെ പകുതി 7 ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 വശങ്ങളുടെ തുക, അതായത് നീളവും ആ ഒരു ചതുരത്തിൻ്റെ ഉയരവും കൂടെ കൂട്ടിയാൽ 7 ആണ് എന്ന്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് വശങ്ങളുടെ ഗുണനഫലം 12 ആണ്. അതെങ്ങനെയാ? പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നിട്ടില്ലേ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളവും വീതിയും അല്ലേ, നീളവും ഉയരവും കൂടെ ഗുണിച്ചിട്ട് കിട്ടുന്നതാണല്ലേ. അപ്പോൾ ഇവിടെ വശങ്ങളുടെ തുക കൂട്ടുമ്പോൾ 4ഉം 3ഉം 7 കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ വശങ്ങളുടെ 2 വശങ്ങളും തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് 12ഉം കിട്ടണം. കൂട്ടുമ്പോൾ 7 ആണ് കിട്ടേണ്ടത്, ഗുണിക്കുമ്പോൾ 12ഉം കിട്ടണം. അപ്പം ഗുണിക്കുമ്പോൾ കൂട്ടുമ്പോൾ ഒരേ 7ഉം 12 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 4ഉം 3ഉം അല്ലേ. 4 + 3 7 ആണ്. 4 ഗുണിക്കണം 3 12 ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഒരു ചതുരം വരയ്ക്കാം? നീളം 4 സെൻറ്റിമീറ്ററും മുകളിലേക്കുള്ള ഉയരം 3 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു ചതുരം നമുക്ക് വരയ്ക്കാമല്ലോ. മനസ്സിലായോ മക്കളെ? മനസ്സിലായിട്ടില്ലെങ്കിൽ 2-3 പ്രാവശ്യം കേട്ട് നോക്കണം കേട്ടോ. അടുത്ത പ്രവർത്തനം 125 ഗുണിക്കണം 8 1000 ആണെങ്കിൽ 125 ഗുണിക്കണം 24 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. 125 2 ഭാഗത്തും ഉള്ളത്. 125 ഗുണിക്കണം 8 ആണ്, 125 ഗുണിക്കണം 24 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുണിച്ച് നോക്കിയിട്ട് ചെയ്യാം. അല്ലാതെ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? 125 സെയിം തന്നെ. ഇവിടെ 8 ആണ്. 8ഉം 24ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 1 8 8, 2 8 16, 3 8 24. അപ്പോൾ 1 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 ആണെങ്കിൽ 3 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായിരിക്കും? 1000 3 3000 ആയിരിക്കും അല്ലേ. അങ്ങനെ വേണമെങ്കിൽ മക്കൾക്ക് എഴുതാം. ഇനി അതല്ല സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. 125 ഗുണിക്കണം 24 എന്ന് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മക്കളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണേ.
അടുത്ത ചോദ്യം, 900-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 300 ആയാൽ 900-നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എന്താണ് 3ഉം 15ഉം തമ്മിൽ എന്താണ് ബന്ധം നോക്കല്ലേ. 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു 900-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 300 കിട്ടുന്നുണ്ടെങ്കിൽ ഈ 15ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണ്, 3 ഗുണിക്കണം 5 5 അല്ലേ. അപ്പോൾ ആ ഉത്തരത്തിന് നമുക്ക് 5 കൊണ്ടും കൂടെ ഹരിച്ചാൽ പോരെ. 300 ഹരിക്കണം 5 എത്രയാ, 60 കേട്ടോ. ഇതും മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എഴുതാവേ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെ ആകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം? അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, 90-നെ 15 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. 90-ൽ എത്ര 15 ഉണ്ട്? 6 15 90. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഹരിക്കാൻ പറ്റുമെന്നുള്ളത്, അതൊന്ന് നോക്കാം. അപ്പോൾ 90-നെ 15 കൊണ്ട് ഹരിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 11-നെ നമുക്ക് ഗുണനങ്ങളാക്കാം അല്ലേ. 3 ഗുണിക്കണം 5, 3 ഗുണിക്കണം 5 അല്ലേ 15. അപ്പോൾ ആദ്യം അതിലുള്ള 3 കൊണ്ട് 90-നെ ഹരിക്കുമ്പോൾ 30 കിട്ടും. 3 30 90. എന്നിട്ട് ആ 30-നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് 6 ഉത്തരം കിട്ടും കേട്ടോ. അടുത്തത് പ്രവർത്തനം 5. ഒരു ഡെസ്കിൻ്റെ നീളം 1 മീറ്ററും 90 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഡെസ്കിൻ്റെ നീളം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 90/100 എന്ന് എഴുതാം. ഇനി ഡെസ്കിൻ്റെ നീളം മീറ്റർ അളവിൽ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുക, 1.90 മീറ്റർ എന്ന് എഴുതാം. പിന്നെ ഡെസ്കിൻ്റെ നീളം സെൻറ്റിമീറ്റർ അളവിൽ എഴുതുക. അപ്പോൾ എത്രയാണ്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 100 + 90 എത്രയാ, 190 സെൻറ്റിമീറ്റർ. അടുത്തത് പ്രവർത്തനം 6. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതിയിരിക്കുന്ന വരികളിൽ ഏതാനും അക്കങ്ങൾ വിട്ടുപോയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തേത് 420 = 7 ഗുണിക്കണം 60. അപ്പോൾ അതിനെ താഴെ പിരിച്ചെഴുതിയിട്ടുണ്ട്. 7 ഗുണിക്കണം 6 ഗുണിക്കണം എത്രയാ, 60 എന്ന് പറയുന്നത് 6 ഗുണിക്കണം 10 പിന്നെയോ 7 ഗുണിക്കണം 6-നെ വീണ്ടും പിരിച്ചെഴുതിയില്ലേ, ഗുണിക്കണം 3 എന്നുണ്ട്. അപ്പോൾ 2 ഗുണിക്കണം 3 6. പിന്നെയോ 10 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 5. ഇനി ബി എന്താണ്, 105 = 5 ഗുണിക്കണം 21. ഇനി 5 ഗുണിക്കണം 21-നെ പിരിച്ചെഴുതിയിട്ടുണ്ട്. 3 തന്നിട്ടുണ്ട്. 3 ഗുണിക്കണം എത്ര 3 21, 7 3 അല്ലേ. അപ്പം 3 ഗുണിക്കണം 7 എന്നവിടെ എഴുതാം. അടുത്തത് 420 ഹരിക്കണം 105. 420/105 എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ എത്ര 105 420 എന്ന് നോക്കിയാൽ മതി. 100 4 എണ്ണമാണ്. അതുപോലെ തന്നെ 5ഉം 4 എണ്ണമാണ് എന്ത് 20 എന്ന് പറയുന്നത് അല്ലേ. 100 4 എണ്ണമാണ് 400, 5 4 എണ്ണമാണ് 20. അപ്പോൾ 105 4 എണ്ണമാണ് എന്ത് 420. അപ്പോൾ 420 ഹരിക്കണം 105 = 4 ഉത്തരം. അടുത്തത് പ്രവർത്തനം 7. ഒരു വീട്ടിൽ 6 മാസ കാലയളവിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഓരോ മാസങ്ങൾ തന്നിട്ടുണ്ട്. ആ ഓരോ മാസത്തെയും വൈദ്യുതിയുടെ അളവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി മാസം 100, ഫെബ്രുവരി മാസം 150, മാർച്ച് 200, ഏപ്രിൽ 250, മെയ് 200. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ചോദ്യം എന്താ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസം ഏത്? ഏപ്രിലാണല്ലേ, 250. പിന്നെ ഏറ്റവും കുറവ് വൈദ്യുതി ഉപയോഗിച്ച മാസം ഏതാണ്? ജൂണാണ്. വൈദ്യുതിയുടെ അളവ് 50. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ, ഏതൊക്കെ മാസങ്ങളിലാണ് തുല്യ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചത്? ഏതൊക്കെയാ? മാർച്ചിലും മേയിലും 200. ഇനി നാലാമത്തെ ചോദ്യം, ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് എത്രയാ? 150.
ജനുവരി, ജൂൺ എന്നീ മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവിൻ്റെ വ്യത്യാസം എത്ര? ജൂണിൽ അവിടെ കാണിക്കാത്തതാണ് 50 കേട്ടോ. അപ്പോൾ എത്രയാണ്? ജനുവരിയിൽ 100, പിന്നെ ജൂണിൽ 50. അപ്പോൾ 100-ൽ നിന്നും 50 കുറച്ചാൽ 50 യൂണിറ്റാണ് ജനുവരിയും ജൂണിലെയും വൈദ്യുതി യൂണിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ചോദ്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ ബെല്ലൈക്കണൊക്കെ ഓൾ എന്ന ഓപ്ഷൻ ആക്കി വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ ക്വസ്റ്റ്യൻസൊക്കെ മക്കൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.